ഞാനൊരു ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്നൊരു സെയിൽസ് ഗേളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോൾ എന്തെങ്ങനെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഓയിലി സ്കിന്നാണ് ഉണ്ടത്, അതുകൊണ്ടാണ് ഞാനൊന്നും പ്രത്യേകിച്ച് തേച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ തേക്കുക എന്തെങ്കിലും ഇതുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ആളുടെ ഡ്രൈ സ്കിന്നെ പറ്റി സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ കുറച്ച് എയറിലായി പോയി ആ സമയത്ത്. നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ നമ്മളെ സ്കിന്നിനൊക്കെ കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്കാലും ഒരു ഇതുണ്ടാവില്ലേ, എനിക്കും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതേസമയം ഞാനൊരു ദിവസം ഇതേപോലെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് മേക്കപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അമ്മച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ മോളിന്നൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ എന്ന്. വീണ്ടും ഞാൻ എയറിലായി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ആളിൻ്റെ അടുത്ത് പറയാം, മോളെന്താ മുഖത്ത് എന്താ എണ്ണ ഇട്ടിട്ടുണ്ടോ എന്ന്. ചടച്ചു ഗൈസ്, പകച്ചു പോയ എൻ്റെ ബാല്യം. ആൾക്ക് എന്തോ ഓയിലി സ്കിൻ. എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഓയിലി സ്കിന്നാണ് ഇങ്ങനെ ഗ്ലോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റുമോ? കുറച്ച് പ്രായമായ ആളല്ലേ, ഞാനെങ്ങനെ പറയാനാ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ഏജിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് വാവ് നൈസ് ഭയങ്കര ഗ്ലോ എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ കാണുമ്പോൾ ചോദിക്കും ഇതെന്താ എണ്ണിട്ടതാണോ. ഓരോട് നമ്മൾ എന്താ പറയുക, കുളിക്കാൻ നിൽക്കാനാണ്. മനസ്സിലാക്കണം, നമ്മളെ പ്രായക്കാരും ഓരോ പ്രായക്കാരും നമ്മളൊരു വ്യത്യാസം. അപ്പോൾ ഗൈസ്, മേലാൽ എന്നോട് ആരും ഓയിലി സ്കിൻ ആവാൻ എന്താ ചെയ്യല്, ഗ്ലോ കിട്ടാൻ എന്താ ചെയ്യുന്നത് ചോദിക്കരുത്. ഞാൻ തന്നെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കണം ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥ. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ, എവിടെ ചെന്ന് പറയാനാ? പ്ലീസ് ഗൈസ് അണ്ടർസ്റ്റാൻഡ് മീ.